മാലിന്യം ജീവനെടുത്ത ജോയിയുടെ മൃതദേഹം ഇപ്പോഴുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നഗരസഭയുടെ ജീവനക്കാരാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ആമയിഴഞ്ചാൻ തോട്ടിൽ കഴിഞ്ഞ 46 മണിക്കൂറിൽ നടന്ന അതികഠിനമായ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മൃതദേഹം തകരപ്പറമ്പ് റോഡിനടുത്ത് പൊങ്ങിയത്. മൃതദേഹം പുറത്തേക്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ ദാരുണമായ ഒരു സംഭവമായി പോയി. നഗരഹൃദയത്തിൽ മാലിന്യവാഹിനിയായി ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട എത്രയെത്ര ശുചീകരണ പ്രവർത്തനങ്ങൾ, എത്രയെത്ര കോടിക്കണക്കിന് രൂപയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫലവത്താകുന്നില്ല. മീറ്റർ കണക്കിന് പൊക്കത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ, അതും നഗരഹൃദയത്തിലാണെന്ന് ഓർക്കണം. അനവധി ആളുകൾ തൊട്ടടുത്ത് താമസിക്കുന്ന ഈ തോടിൻ്റെ കരയിൽ താമസിക്കുന്ന ഒരു സ്ഥലമാണെന്ന് കൂടി ആലോചിക്കണം. ഇപ്പോൾ മൃതദേഹമുള്ളത് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. ആരോഗ്യ ഉദ്യോഗസ്ഥരാണ് രാവിലെ മൃതദേഹം ഒഴുകിപ്പോകുന്നത് കണ്ടത്. ഇന്ന് രാവിലെയും ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ നേവിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു. നേവിയുടെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ പുനരാരംഭിച്ചിരുന്നു. സ്കൂബ സംഘമുണ്ടായിരുന്നു. നാവികസേനയ്ക്കൊപ്പം ദൃശ്യങ്ങളടക്കം സ്വീകരിച്ച് ഇന്നലെയൊക്കെ റോബോട്ടുകളുടെ സഹായത്തോടെയുള്ള തിരച്ചിൽ നമ്മൾ കണ്ടതാണ്. എത്രയെത്ര ടൺ, 5 ലോഡോളം മാലിന്യങ്ങൾ ഇതിനകം തന്നെ ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്ന് മാറ്റി എന്നാണ് ഒരു കണക്ക് പുറത്തു വന്നത്. ഇനിയും ടൺ കണക്കിന്, ലോഡ് കണക്കിന് മാലിന്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നതും ചേർത്ത് വായിക്കണം. മേയർ ആര്യ രാജേന്ദ്രൻ അല്പം മുമ്പ് ന്യൂസ് 8നോട് പ്രതികരിച്ചിരുന്നു. അവരുടെ വാക്കുകളിലേക്ക്.